കാർഡിയാക് മർമേഴ്സിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് മർമേഴ്സ്, അതുപോലെ തന്നെ കാർഡിയാക് മർമേഴ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ ഏതൊക്കെ ക്ലിനിക്കൽ കണ്ടീഷൻസിലാണ് മർമേഴ്സ് നമുക്ക് ഓഡിബിൾ ആയിരിക്കുന്നത്, ഈ കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ എങ്ങനെയാണ് മർമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ഹാർട്ടിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു ടെർബുലൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടെർബുലൻസിൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സൗണ്ടാണ് മർമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മർമേഴ്സിൽ തന്നെ 2 ടൈപ്സ് ഉണ്ട്. ഫ്ലോ മർമർ ഓർ ഫങ്ഷണൽ മർമർ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടൈപ്പ്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഓർഗാനിക് മർമറാണ്. ഇനി ഫ്ലോ മർമർ അല്ലെങ്കിൽ ഫങ്ഷണൽ മർമർ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. It is produced due to large amount of blood flowing through a valve or artery. അപ്പോൾ ഒരു ആർട്ടറിയിലൂടെയോ അല്ലെങ്കിൽ വാൽവിലൂടെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫ്ലോ മർമർ. അതിൻ്റെ പേരിൽ തന്നെ അത് ക്ലിയർ ആണ്. ഫ്ലോ മർമർ, ലാർജ് എമൗണ്ട് ഓഫ് ദ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മർമറാണ് ഫ്ലോ മർമർ ഓർ ഫങ്ഷണൽ മർമർ. സിമിലർലി ഓർഗാനിക് മർമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ടിനോ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനോ എന്തെങ്കിലും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഫലമായിട്ടുണ്ടായിരിക്കുന്ന മർമേഴ്സാണ് ഓർഗാനിക് മർമർ. അടുത്തതായിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മർമേഴ്സ് ഏതൊക്കെയാണെന്നൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഏതൊക്കെ പത്തോളജിക്കൽ കണ്ടീഷൻസിലാണ് ഈ മർമേഴ്സ് നമുക്ക് ഓഡിബിൾ ആകുന്നതെന്നും ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഓസ്റ്റിൻ ഫ്ലിൻറ്റ് മർമർ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ റംബ്ലിംഗ് ഡയസ്റ്റോളിക് മർമർ വിച്ച് ഈസ് ബെസ്റ്റ് ഹേർഡ് ഓവർ ദ അപ്പെക്സ് ഓഫ് ദ ഹാർട്ട്. അപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ അപ്പെക്സിൽ ഏറ്റവും നന്നായിട്ട് ഓഡിബിൾ ആയിരിക്കുന്ന ഒരു മർമറാണ് ഓസ്റ്റിൻ ഫ്ലിൻറ്റ് മർമർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റംബ്ലിംഗ് ഡയസ്റ്റോളിക് മർമർ. അപ്പോൾ ഡയസ്റ്റോളിക് മർമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ റിലാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിബിൾ ആയിരിക്കുന്ന മർമറിനെയാണ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മർമറിനെയാണ് ഡയസ്റ്റോളിക് മർമർ എന്ന് പറയുന്നത്. സോ ഓസ്റ്റിൻ ഫ്ലിൻറ്റ് മർമർ ഈസ് എ ഡയസ്റ്റോളിക് മർമർ. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സിവിയർ അയോട്ടിക് റീഗർജിറ്റേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എക്സാംസിനൊക്കെ ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടതാണ്. അതായത് ഓസ്റ്റിൻ ഫ്ലിൻറ്റ് മർമർ ഏത് പത്തോളജിക്കൽ കണ്ടീഷനിലാണ് കാണപ്പെടുന്നത്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സിവിയർ അയോട്ടിക് റീഗർജിറ്റേഷൻ. ഇനി എന്താണ് അയോട്ടിക് റീഗർജിറ്റേഷൻ എന്ന് നമുക്ക് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. നമുക്കറിയാം, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പാസ് ചെയ്യുന്നത് ഗ്രേറ്റ് വെസലായിട്ടുള്ള അയോട്ടയിലേക്കാണ്. അപ്പോൾ ആ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വാൽവ് കാണുന്നുണ്ട്. അതാണ് നമ്മുടെ സെമി ല്യൂണാർ വാൽവ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ക്രിസൻട്രിക് ഷേപ്പായിട്ട് കാണുന്ന വാൽവാണ് സെമി ല്യൂണാർ വാൽവ്. അപ്പോൾ ഈ വാൽവ്സിന്, അതായത് ഈ സെമി ല്യൂണാർ വാൽവിന് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടയിലേക്ക് പോയ ബ്ലഡ് തിരിച്ച് ബാക്ക്വേർഡായിട്ട് ഫ്ലോ ചെയ്യുന്നു. അതായത് ഫ്രം അയോട്ട ടു ലെഫ്റ്റ് വെൻട്രിക്കിൾ ബാക്ക് ഫ്ലോ നടക്കുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അയോട്ടിക് റീഗർജിറ്റേഷൻ. അപ്പോൾ അയോട്ടിക് വാൽവിന് എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്, അതായത് അയോട്ടിക് റീഗർജിറ്റേഷൻ ഉണ്ടാവുന്നത്. ഈ അയോട്ടിക് റീഗർജിറ്റേഷനിൽ നമുക്ക് ഓഡിബിൾ ആയിരിക്കുന്ന മർമറാണ് ഓസ്റ്റിൻ ഫ്ലിൻറ്റ് മർമർ. ഇനി നെക്സ്റ്റ് ടൈപ്പാണ് ബാർലോ സിൻഡ്രോം. ബാർലോ സിൻഡ്രോം കാണുന്നത് മിട്രൽ വാൽവ് പ്രൊലാപ്സിലാണ്. അപ്പോൾ ബാർലോ സിൻഡ്രോം ഈസ് ഫൗണ്ട് ഇൻ മിട്രൽ വാൽവ് പ്രൊലാപ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമേ മർമേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് മിട്രൽ വാൽവ് പ്രൊലാപ്സിനെ കുറിച്ചും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാർലോ സിൻഡ്രോമിനെ കുറിച്ചും പിന്നെ അയോട്ടിക് റീഗർജിറ്റേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് പത്തോളജിക്കൽ കണ്ടീഷൻസിനെ കുറിച്ച് അടുത്ത വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് മർമറാണ് ക്യാബോട്ട് ലോക്ക് മർമർ. ക്യാബോട്ട് ലോക്ക് മർമർ കാണുന്നത് അനീമിയ കണ്ടീഷൻസിലാണ്. ഇത് ഓഡിബിൾ ആയിരിക്കുന്നത് ലെഫ്റ്റ് സ്റ്റേണൽ ബോർഡറിലാണ്. അപ്പോൾ ലെഫ്റ്റ് സ്റ്റേണൽ ബോർഡറിൽ ഓഡിബിൾ ആയിരിക്കുന്ന മർമറാണ് ക്യാബോട്ട് ലോക്ക് മർമർ. അത് അനീമിയ കണ്ടീഷൻസിലാണ് ഓഡിബിൾ ആയിരിക്കുന്നത്.
ഇനി അടുത്ത ടൈപ്പാണ് ഡോഗ്സ് മർമർ. ഡോഗ്സ് മർമർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഡയസ്റ്റോളിക് മർമർ. അപ്പോൾ ഇതും ഒരു ഡയസ്റ്റോളിക് മർമറാണ്. അതായത് ഹാർട്ടിൻ്റെ റിലാക്സേഷൻ്റെ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന മർമറാണ് ഡോഗ്സ് മർമർ. ഇറ്റ് ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ദ സിവിയർ സ്റ്റീനോസിസ് ഓഫ് ദ ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് കൊറോണറി ആർട്ടറി. അപ്പോൾ ലെഫ്റ്റ് ആൻറ്റീരിയർ ഡിസെൻഡിങ് കൊറോണറി ആർട്ടറിക്ക് സ്റ്റീനോസിസ് ഉണ്ടാകുന്ന കണ്ടീഷൻസിലാണ് ഡോഗ്സ് മർമർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റീനോസിസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നാരോയിങ്. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഡയസ്റ്റോളിക് മർമറാണ് ഓസ്റ്റിൻ ഫ്ലിൻറ്റ് മർമർ. അത് ഓഡിബിൾ ആയിരിക്കുന്നത് സിവിയർ അയോട്ടിക് റീഗർജിറ്റേഷൻ്റെ കണ്ടീഷൻസിലാണ്. ഇനി അടുത്തതായിട്ടുള്ള മർമറാണ് ഗിബ്സൺസ് മർമർ. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് മർമർ ആൻഡ് ഇറ്റ് ഈസ് ഹേർഡ് ഇൻ പേറ്റൻറ്റ് ഡക്ടസ് ആർട്ടീരിയോസസ്. പേറ്റൻറ്റ് ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറഞ്ഞ പത്തോളജിക്കൽ കണ്ടീഷനിൽ ഓഡിബിൾ ആയിരിക്കുന്ന മർമറാണ് ഗിബ്സൺസ് മർമർ. പേറ്റൻറ്റ് ഡക്ടസ് ആർട്ടീരിയോസസ് എന്ന് പറഞ്ഞ ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൻ്റെ പ്രധാനപ്പെട്ട 2 വെസൽസ്, അതായത് ഗ്രേറ്റ് വെസൽസ് ആയിട്ടുള്ള അയോട്ട ആൻഡ് പൾമണറി ആർട്ടറി, ഈ ഗ്രേറ്റ് വെസൽസ് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ബിഫോർ ബർത്തിൽ അതുണ്ടാവുന്നതാണ്. പക്ഷേ ആഫ്റ്റർ ദ ബർത്തിലും ആ ഒരു ഓപ്പണിങ് പെർസിസ്റ്റൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യുകയാണെങ്കിൽ ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് പേറ്റൻറ്റ് ഡക്ടസ് ആർട്ടീരിയോസസ്. അടുത്തതായിട്ടുള്ള മർമറാണ് ഗ്രഹാം സ്റ്റീൽ മർമർ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ പൾമണറി ഹൈപ്പർ ടെൻഷൻ ഇൻ ദ മിട്രൽ സ്റ്റീനോസിസ്. മിട്രൽ സ്റ്റീനോസിസിൻ്റെ കോൺസിക്വൻസ് ആയിട്ടുണ്ടാകുന്ന പൾമണറി ഹൈപ്പർ ടെൻഷൻ, ആ ഒരു കണ്ടീഷനിലാണ് ഗ്രഹാം സ്റ്റീൽ മർമർ നമുക്ക് ഓഡിബിൾ ആയിരിക്കുന്നത്. അത് നമുക്ക് എവിടെയാണ് നമുക്ക് ഓഡിബിൾ ആകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ഓഡിബിൾ ഇൻ ദ ലെഫ്റ്റ് അപ്പർ സ്റ്റേണൽ ബോർഡർ. അടുത്ത മർമറാണ് കീ ഹോഡ്ജ്കിൻ മർമർ. ഇറ്റ് ഈസ് എ ഡയസ്റ്റോളിക് മർമർ ഓഫ് സിഫിലിറ്റിക് അയോട്ടിക് ഇൻകോമ്പീറ്റൻസ്. അപ്പോൾ സിഫിലീസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന അയോട്ടിക് ഇൻകോമ്പീറ്റൻസിൽ നമുക്ക് ഓഡിബിൾ ആയിരിക്കുന്ന ഒരു മർമറാണ് കീ ഹോഡ്ജ്കിൻ മർമർ. അടുത്തതായിട്ടുള്ള മർമറാണ് റോഗേഴ്സ് മർമർ. ഇറ്റ് ഈസ് എ പാൻ സിസ്റ്റോളിക് മർമർ ഓഫ് വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. അപ്പോൾ വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ 2 വെൻട്രിക്കിൾസിൻ്റെ ഇടയിലുള്ള സെപ്റ്റത്തിനുണ്ടാകുന്ന ഒരു അബ്നോർമാലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റാണ് വെൻട്രിക്കുലാർ സെപ്റ്റൽ ഡിഫക്റ്റ്. ആ കണ്ടീഷനിൽ കാണുന്ന ഒരു പാൻ സിസ്റ്റോളിക് മർമറാണ് റോഗേഴ്സ് മർമർ. അടുത്തതായിട്ടുള്ള മർമറാണ് സ്റ്റിൽസ് മർമർ. ഇറ്റ് ഈസ് എ ഇന്നസെൻറ്റ് മർമർ ഹേർഡ് ഇൻ ദ ചിൽഡ്രൻ. ഇറ്റ് ഈസ് എ ലോ പിച്ച്ഡ് മ്യൂസിക്കൽ മർമർ ഹേർഡ് അറ്റ് ദ ലോവർ സ്റ്റേണൽ ബോർഡർ ആൻഡ് അപ്പെക്സ്. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ചിൽഡ്രനിൽ കാണുന്ന ഒരു മർമറാണ് സ്റ്റിൽസ് മർമർ. അതുകൊണ്ട് അതിനെ ഇന്നസെൻറ്റ് മർമർ എന്ന് നമ്മൾ വിളിക്കുന്നു. ഇതൊരു ലോ പിച്ച്ഡ് മ്യൂസിക്കൽ മർമറാണ്. ഇത് ഏറ്റവും നല്ലതായിട്ട് ഓഡിബിൾ ആയിരിക്കുന്നത് ലോവർ സ്റ്റേണൽ ബോർഡറിലും അതുപോലെ തന്നെ അപ്പെക്സിലുമാണ്.